വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഹൈവേ ഹിപ്നോസിസ് എന്നുള്ളത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സൊരു ഹിപ്നോട്ടിക് അവസ്ഥയിലേക്ക് പോകും. ഇവിടെ പ്രവർത്തിക്കുന്നത് ഓട്ടോമാറ്റിസിറ്റി എന്നുള്ളൊരു അവസ്ഥയാണ്. എന്താണ് ഓട്ടോമാറ്റിസിറ്റി? നിങ്ങൾ ഒരു സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോകുന്നു. നിങ്ങൾ ഫുള്ളി കോൺഷ്യസ് അല്ലാതിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ നിങ്ങൾ വണ്ടി ഓടിക്കുകയാണ്. നിങ്ങൾ വണ്ടി ഓടിച്ച് എത്തേണ്ടടുത്ത് എത്തി എന്നിരിക്കും. എങ്ങനെ എത്തി, എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ കഴിയില്ല. വണ്ടി ഓടിച്ചു പോയാലും വണ്ടി എത്തേണ്ടടുത്ത് എത്തിയാലും ഇവിടെ നിങ്ങളുടെ റിയാക്ഷൻ ടൈം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വണ്ടി ആക്സിഡന്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഹൈവേ ഹിപ്നോസിസ് ഉണ്ടായാൽ അതിനുശേഷം നിങ്ങൾ ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വണ്ടി ഓടിക്കുന്ന ആർക്കും ഇത് സംഭവിക്കാമെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനാണ് ഇത് കൂടുതലും സംഭവിക്കുക. അതായത് ഡെയിലി വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, ഒരേ റോഡ് കാണുന്ന ആൾക്കാർ, ഇവരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിസിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ദീർഘദൂരം, വലിയ വളവോ തിരിവോ ഒന്നുമില്ലാത്ത റോഡുകളിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഹൈവേ ഹിപ്നോസിസിലേക്ക് പോയേക്കാം. ഹൈവേ ഹിപ്നോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോഡിൽ നമുക്ക് റംബിൾ സ്ട്രിപ്സ് കാണാൻ കഴിയുക. റംബിൾ സ്ട്രിപ്സ് അഥവാ സ്ലീപ്പർ ലൈൻ അല്ലെങ്കിൽ അലർട്ട് ലൈൻ. ഈ ലൈൻസിലൂടെ വണ്ടി കയറി പോകുമ്പോൾ വണ്ടിയിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ആ വൈബ്രേഷനിലൂടെ ഡ്രൈവറിനെ നമുക്ക് അലേർട്ട് ചെയ്യാൻ കഴിയും. ഇനി എങ്ങനെ ഹൈവേ ഹിപ്നോസിസ് പ്രിവെന്റ് ചെയ്യാമെന്ന് നോക്കാം. കൃത്യമായ റെസ്റ്റ് എടുത്തതിന് ശേഷം, കൃത്യമായി ഉറങ്ങിയതിനു ശേഷം മാത്രം വണ്ടി എടുക്കുക. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഉറക്കം വന്നാൽ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങി എണീറ്റതിനു ശേഷം വണ്ടി എടുക്കുക. ഇതിനോടൊപ്പം ലഘു വ്യായാമങ്ങളും ആകാം. ലോങ് ഡ്രൈവ് പോകുന്നവർ ക്ഷീണമോ ഉറക്കമോ ഒന്നും തന്നെ തോന്നിയില്ലെങ്കിലും മിനിമം ഓരോ 2.5-3 മണിക്കൂറുകൾ ഇടവിട്ട് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക. ഇടയ്ക്കിടയ്ക്ക് സൈഡ് മിറേഴ്സിലേക്കും നോക്കാവുന്നതാണ്. കൂടെ ഒരാളുണ്ടെങ്കിൽ അയാളോട് സംസാരിക്കുക. ഇനി കൂടെ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കുക. കൃത്യമായി വെള്ളം കുടിക്കുക.